അല്ല, 3 മാസം മുമ്പ് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. പരാതി കൊടുത്തില്ല. പല കാരണങ്ങൾ കൊണ്ട് കൊടുക്കാതിരിക്കാം. പക്ഷേ ഇപ്പോൾ മാർക്സിസ്റ്റ്, അതാ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ വൈകിയുള്ള, ഇപ്പോൾ മാർക്സിസ്റ്റ് നേതാക്കളെ കൈവിലങ്ങ് വെച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരിക്കുന്നു. ദേവസ്വം ബോർഡിലെ അഴിമതിയുടെ പേരിൽ, സ്വർണ്ണപ്പാളി കവർച്ചയുടെ പേരിൽ. അത് വന്നപ്പോൾ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അത് വലിയൊരു പ്രചരണമായി. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ഇപ്പോൾ പരാതി എഴുതി വാങ്ങിച്ചതാണെന്ന് പറഞ്ഞാൽ നമുക്ക് തെളിയിക്കാൻ കഴിയില്ല. പക്ഷെ 3 മാസം കഴിഞ്ഞ് പരാതി വാങ്ങി മുഖ്യമന്ത്രിയുടെ ആഫീസിൽ പരാതി സ്വീകരിച്ചു. അതാ നേരത്തെ ഞാൻ പറഞ്ഞു, പോലീസ് സ്റ്റേഷനിലല്ലേ പരാതി കൊടുക്കേണ്ടത്. ആ പരാതിക്ക് വലിയ പബ്ലിസിറ്റി കൊടുത്ത് അത് അന്വേഷിക്കാൻ പോകുന്നു. അന്വേഷിക്കട്ടെ, അത് നിയമ നടപടികൾ മുന്നോട്ട് പോകട്ടെ, നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. അതിനകത്ത് വിധി എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കും. സസ്പെൻഷൻ ഒരു പാർട്ടി പ്രവർത്തകനെ ശിക്ഷിക്കാവുന്നത് എന്താ? പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക. ഡിസ്മിസിലുണ്ട്. കാരണം അയാൾ തെളിഞ്ഞ കുറ്റം അത് തെളിയിക്കപ്പെട്ടാൽ, ഒരു കോടതി വിധി ഉണ്ടായാൽ, അപ്പോഴല്ലേ നമുക്ക് പാർട്ടിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്ന കാര്യം ആലോചിക്കാൻ പറ്റൂ. പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് ഒരാളെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഒരു കടുത്ത ശിക്ഷയാണ്. ഇതേ ആരോപണം നേരിടുന്ന ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടി MLA-മാർ മാർക്സിസ്റ്റ് ഭരണപക്ഷ ബെഞ്ചിലിരിക്കുകയാണ്. ഒരു നടപടി എടുത്തോ? അവരെ പേരിൽ എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കിയോ? ഇല്ലല്ലോ. അന്ന് പറഞ്ഞ മറുപടി അയാൾ പാർട്ടി മെമ്പറല്ല, സെലിബ്രിറ്റിയാണ്, സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞു. ഓരോന്നിനും മറുപടി പറയാനൊരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ കൊടുക്കാവുന്നതിൽ വെച്ച് എടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും കടുത്ത നടപടിയാണ് എടുത്തത്. ആ ഗൗരവം മുഖ്യമന്ത്രി വിളിച്ചു വരുത്തിയല്ലോ പരാതി വാങ്ങേണ്ടത്. മുഖ്യമന്ത്രിയുടെ ആഫീസിൽ വിളിച്ചു വരുത്തിയല്ലോ. ഇതിനൊക്കെ ഒരു നമുക്ക് കേസ് കൊടുക്കുന്നതിനൊക്കെ ഒരു സിസ്റ്റമില്ലേ? അതിജീവിതയ്ക്ക് നേരിട്ട് ഹാജരാവാം, രക്ഷകർത്താക്കൾ വഴി പോലീസിൽ പരാതി കൊടുക്കാം. മുഖ്യമന്ത്രിയുടെ ആഫീസിൽ വന്നതിൽ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത് ആസൂത്രിതമായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസെടുത്ത് അയാളെ അറസ്റ്റ് ചെയ്ത് ഈ നേരത്തെ സഖാക്കന്മാരെ അറസ്റ്റ് ചെയ്തതിലുണ്ടായ CPM-ൻ്റെ ഒരു ക്ഷീണം മാറ്റാനുള്ള ഒരു നടപടിയായിട്ട് ഇതിനെ കാണാൻ പറ്റും. പാർട്ടി ഒരു ആശങ്കയില്ല. നിങ്ങൾ ഇന്ന് എന്നെ നിങ്ങളുടെ പ്രതിനിധികളെ വിളിച്ചു ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ, അല്ലാതെ ഞാൻ പത്രസമ്മേളനം വിളിച്ചല്ല. ഏഷ്യാനെറ്റും മനോരമയൊക്കെ വിളിച്ചപ്പോൾ ഞാൻ പ്രതികരിക്കാമെന്ന് പറഞ്ഞു. കാരണം ഈ ഒരു ആസ്പെക്റ്റ് ജനങ്ങളുടെ മുമ്പിലേക്ക് പറയണ്ടേ. ഞങ്ങൾക്കൊരു ആശങ്കയില്ല. നിങ്ങൾ ചോദിക്കുന്നതിനാണ് നേതാക്കളെല്ലാം ഉത്തരം പറഞ്ഞത്. അതവിടെ പ്രശ്നമല്ല. രാഹുൽ നിയമത്തിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നിയമ നടപടികൾ നേരിടുന്നത്. പിന്തുണ എന്ന് പറയുന്നത് രാഷ്ട്രീയ പിന്തുണ ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ അദ്ദേഹത്തിനെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ജയിലിലടച്ച റിമാൻഡിലായ ആളുകളെ പോലും രാഷ്ട്രീയമായി അവർ പിന്തുണയ്ക്കുകയാണ്. അല്ലെങ്കിൽ പറയാം കുറ്റപത്രം വരട്ടെ, അല്ലെങ്കിൽ അവരുടെ ശിക്ഷ വരട്ടെ എന്നൊക്കെ പറയുന്ന ഒരു എക്സ്ക്യൂസ് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. MLA എന്നുള്ള നിലയിൽ അയാളുടെ സ്വാതന്ത്ര്യത്തെ ഒന്നും നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല. ഒരു MLA ആണ്. അയാൾക്ക് അയാളുടെ നിയോജക മണ്ഡലത്തിൽ പോകാൻ പാടില്ല, സഞ്ചരിക്കാൻ പാടില്ല എന്ന് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ. അതല്ല, അദ്ദേഹത്തോട് ചോദിക്കണം. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. ഇപ്പോഴും പാർട്ടിയുടെ തീരുമാനം പൂർണ്ണമായി അംഗീകരിക്കുന്ന ആളാണ്. അത് അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ എനിക്ക് മറുപടി പറയാൻ പറ്റും. MLA സ്ഥാനത്ത് തുടരുന്നത് അയാൾ കുറ്റക്കാരനാണെന്ന് കോടതി വിധിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ പാർട്ടി എന്ത് ചെയ്യണമെന്ന് പറയും. ധാർമ്മികത അതെ ഉണ്ട്. ധാർമ്മികത ഉള്ളതുകൊണ്ടാണ് അയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതും പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും. ധാർമ്മികതയുടെ ഒരംശം പോലും ഇല്ലാത്തത് കൊണ്ടാണ് ഈ കൊല്ലത്തെ MLA ഇപ്പോഴും പാർട്ടിയിൽ മെമ്പറായിട്ടല്ല അദ്ദേഹം MLA ആയി തുടരുന്നത്. ഒരു നടപടിയും അവരെടുത്തിട്ടില്ല. ഇതെല്ലാം ഈ 2 കാര്യങ്ങളും ജനങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങളുടെ ധാർമ്മികത, ഉന്നതമായ ധാർമ്മികത പ്രകടിപ്പിച്ചുകൊണ്ടാണ് അയാളെ ഇമ്മീഡിയറ്റായിട്ട് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തത്.
കാര്യങ്ങളാണ് ഈ പെൺകുട്ടി പരാതിയിൽ പറയുന്നത്, ഭ്രൂണഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം അതൊരു ആസൂത്രിത നീക്കം എന്നുള്ളത് അതല്ല പരാതി. ഞാൻ അതൊന്നും പറയുന്നില്ല. കേസിൻ്റെ മെറിറ്റിനെ കുറിച്ച് ഒരക്ഷരം പറഞ്ഞിട്ടില്ല. അതൊന്നും എന്നോട് നിങ്ങൾ ചോദിക്കേണ്ടതുമല്ല, എനിക്ക് ഉത്തരം പറയേണ്ടതുമല്ല. പരാതി ഇത്ര ഗൗരവമുള്ളതായതുകൊണ്ടാണല്ലോ ഞങ്ങൾ അയാളെ പുറത്താക്കിയത്. അതിനെക്കുറിച്ച് കോടതിയിൽ പോട്ടെ, തെളിവുകൾ കൊടുക്കട്ടെ, അതിന് കോടതിയുടെ തീരുമാനം വരട്ടെ. അപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ച് രാഹുലിൻ്റെ പേരിൽ ഇപ്പോൾ എടുത്ത നടപടി ഏത് രൂപത്തിൽ അത് പിന്നെ സ്വീകരിക്കണമെന്ന് ഞങ്ങളപ്പോൾ ആലോചിക്കും.